നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏറുംപടത്തിന് സമീപം KSRTC ബസ്സിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ വൃദ്ധ മരിച്ചു. മരിച്ചത് കാറ്റാടിക്കവല സ്വദേശി സ്വർണ്ണമ്മ. ഗുരുതര പരിക്കേറ്റ് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 35ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് തിളക്കം കൂട്ടുവാൻ പ്രധാന പങ്കുവഹിച്ചത് സ്കൂൾ കലോത്സവങ്ങളാണെന്ന് മന്ത്രി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPMന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല MLA ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ എന്നും കർഷകപക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും MM മണി. രാജാക്കാട് 3 ഏക്കറിലെ ഏലം സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന ഉണങ്ങിയ ഏലക്ക മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിലെ 2ാം പ്രതിയെ രാജാക്കാട് പോലീസ് കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ബോഡി നായ്ക്കന്നൂർ മല്ലിംഗാപുരം സ്വദേശി വിജയ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിശദമായ വാർത്തകൾ. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏറുംപടത്തിന് സമീപം KSRTC ബസ്സിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ വൃദ്ധ മരിച്ചു. കാറ്റാടിക്കവല സ്വദേശി സ്വർണ്ണമ്മയാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏലപ്പാറ ഭാഗത്തു നിന്നും കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന KSRTC ബസ് 4 മൈൽ ഏറുംപടത്തിന് സമീപത്തെ വളവ് തിരിക്കുന്നതിനിടയിൽ ഡോർ തുറന്ന സ്വർണ്ണമ്മ റോഡിലേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റ സ്വർണ്ണമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബസിന്റെ ഡോറിന്റെ ലോക്ക് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാഞ്ഞതാണ് ഡോർ തുറന്ന സ്വർണ്ണമ്മ റോഡിലേക്ക് വീഴാൻ കാരണമെന്നാണ് പരാതി. കാറ്റാടിക്കവല ചീന്തലാർ എസ്റ്റേറ്റിൽ മക്കൾക്കൊപ്പമാണ് സ്വർണ്ണമ്മ താമസിച്ചിരുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 35ാമത് ഇടുക്കി ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് തിളക്കം കൂട്ടുവാൻ പ്രധാന പങ്കുവഹിച്ചത് സ്കൂൾ കലോത്സവങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത്. 27, 28, 29, 30 തീയതികളിലായി 10 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഷാജി S പതാക ഉയർത്തി. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ നിന്നും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത വിളംബര ജാഥ കഞ്ഞിക്കുഴി സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് G ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ അധ്യക്ഷനായിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് തിളക്കം കൂട്ടുവാൻ പ്രധാന പങ്കുവഹിച്ചത് സ്കൂൾ കലോത്സവങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് തിളക്കം കൂട്ടാൻ വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ് സ്കൂൾ കലോത്സവം. ബഹുമാനാത്മരായ കുട്ടികളുടെ കലാവൈഭവങ്ങൾ പ്രകടമാക്കുന്ന ഉച്ചവേദി എന്നതിനപ്പുറത്ത് നാടിന് തനതായ കാലഘട്ടപ്പെട്ട കലാരൂപങ്ങളെ വീണ്ടും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന മലയാളിയുടെ സംസ്കൃതിയുടെ നെടുന്തൂണായി നമ്മുടെ ഈ സ്കൂൾ കലോത്സവം നൽകിയാണ്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഷാജി S മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ബിജു മാധവൻ കലോത്സവ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റജി, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിബിച്ചൻ തോമസ്, ബിനോയ് വർക്കി, ഉഷ മോഹനൻ, പ്രദീപ് MM, സ്കൂൾ പ്രിൻസിപ്പൽ രാജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. LDF സർക്കാർ എന്നും കർഷകപക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് MM മണി MLA. CPM കട്ടപ്പനയിൽ നടത്തിയ സായാഹ്ന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CHR കേസിലെ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് സർക്കാർ ഗൗരവപൂർവ്വം കാണുന്നുണ്ടെന്നും MM മണി പറഞ്ഞു. ഭൂപ്രശ്നങ്ങളിൽ കോൺഗ്രസ് തീർത്ത ചതിക്കുഴികൾ തിരിച്ചറിയുക, LDF സർക്കാരിന്റെ നിലപാടുകൾക്കൊപ്പം അണിചേരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പരിപാടി നടത്തിയത്. ഉടുമ്പൻചോല MLA MM മണി സായാഹ്ന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ കുടിയൊഴിപ്പിക്കലുകളും കർഷകദ്രോഹ നിയമങ്ങളും ഉണ്ടാക്കിയത് UDF സർക്കാരിന്റെ കാലത്താണ്. LDF സർക്കാരുകൾ എക്കാലവും കർഷകപക്ഷ നിലപാടുകളാണ് സ്വീകരിച്ചത്. AKGയുടെ അമരാവതി സമരം ഉൾപ്പെടെ ഇതിന് ഉദാഹരണങ്ങളാണ്. CHR കേസിലെ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് സർക്കാർ ഗൗരവപൂർവ്വം കാണുന്നു. ഏലമല പ്രദേശം റവന്യൂ ഭൂമിയാണെന്ന് വ്യക്തമാക്കി കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ കപട പരിസ്ഥിതിവാദികൾക്ക് ഒത്താശ ചെയ്യുന്നത് കോൺഗ്രസ് ആണെന്നും MM മണി ആരോപിച്ചു. അമരാവതിയിലെ ഇവിടുത്തെ കുടിയൊഴിപ്പിക്കലിനെ തുടർന്നാണ് മഹാനായ AKG നടത്തിയ നിരാഹാര സത്യാഗ്രഹം, ഐതിഹാസികമായ സമരം. അതേ തുടർന്നാണ് അമരാവതിയിൽ നിന്ന് കുടിയൊഴിപ്പിച്ചവരെ, ഇവിടുന്ന് അയ്യപ്പൻ കോവിലിൽ നിന്നും കുടിയൊഴിപ്പിച്ചവരെ അമരാവതിയെ പുനരധിവസിപ്പിക്കുകയും
മേലിൽ ഇത്തരം നടപടി സ്വീകരിക്കില്ല എന്ന് അന്ന് സമരസമിതിക്കും അന്നത്തെ കർഷക പ്രസ്ഥാനത്തിന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അതിനുശേഷം ചുള്ളിക്കേരിത്തോട്ട് കുടിയൊഴിപ്പിച്ചു. ചുള്ളിക്കേരിത്തോട് അന്ന് ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ തൊടുപുഴ താലൂക്ക് എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്നു. അതാ അതിനെതിരെ കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐതിഹാസികമായ പ്രക്ഷോഭ സമരങ്ങളാണ് ചുള്ളിക്കേരിത്തോട്ടിൽ നടത്തിയത്. മഹാനായ സഖാവ് AKG അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ ആ പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യവും ഞാൻ ഈ അവസരത്തെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയ പാര വരുന്നുണ്ട്. പണ്ട് മുതൽ പാരയാണ് നമുക്ക്. അന്ന് മുതൽ ആ പാരയ്ക്കെതിരെ പൊരുതിയ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനുള്ളത്, കേരള കർഷക സംഘത്തിനും അഖിലേന്ത്യാ കിസാൻ സഭയ്ക്കുമുള്ളതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കാരണമെങ്കിൽ റിസർവ് വെട്ടി കൃഷി ചെയ്ത് വിളവെച്ച് ഒഴിവാർത്തെങ്കിൽ അന്ന് എവിടെ പോയിരിക്കുകയായിരുന്നു നോക്കണ്ടോ. അന്ന് പുണ്ണാക്കം തന്നുകൊണ്ടിരുന്നിട്ട് ഇന്നിപ്പം മെക്കിട്ട് കയറാൻ വന്ന ഞങ്ങളൊന്നും സമ്മതിക്കുന്ന പ്രശ്നമില്ല, വേറെ വഴിയെങ്ങ പോയാൽ മതി, അങ്ങോട്ട് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവന് ഞങ്ങൾ അത് ആ വഴിക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയാണ്. അതിന് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ശക്തമായി എതിർക്കും. അതുകൊണ്ട് കാർമ ഹിൽ റിസർവ് മലയോര കൃഷിക്കാരെ കുടിയേറി താമസിക്കുന്ന ഈ സ്ഥലത്ത് കൃഷിഭൂമിയിൽ ഒരു നിലയിലും ബാധകമാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിനുവേണ്ടി ശക്തമായി പൊരുതും പോരാടുമെന്ന കാര്യം പ്രിയമുള്ളവരെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഏരിയ കമ്മിറ്റി അംഗം MC ബിജു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി VR സജി, മാത്യു ജോർജ്, ടോമി ജോർജ്, KP സുമോദ്, KN ബിനു, പൊന്നമ്മ സുഗതൻ, SS പാൽരാജ്, VV ജോസ്, സുധർമ്മ മോഹനൻ, KN വിനീഷ് കുമാർ, ഫൈസൽ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. CHR വിഷയത്തിൽ മലയോര അവകാശവേദി കർഷക സമ്മേളനം നടത്തി. കർഷകരുടെ നേതൃത്വത്തിൽ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്കും സംസ്ഥാന സർക്കാരിനും വിദഗ്ധ സമിതിക്കും പരാതി നൽകുവാൻ ഒരുങ്ങുന്നതായി നേതൃത്വം അറിയിച്ചു. രാജാക്കാട് മുല്ലക്കാനത്ത് ചേർന്ന യോഗത്തിലാണ് CHR മേഖലയിൽ വീട് വെച്ചും കൃഷി ചെയ്തും താമസിക്കുന്ന കൈവശക്കാർ പരാതി അയക്കാൻ തീരുമാനമെടുത്തത്. മേഖലയിൽ പട്ടയ വിതരണം നിർത്തലാക്കിയതും ഏലം കുത്തകപ്പാട്ടം പുതുക്കി നൽകാത്തതിനും പിന്നിൽ ചിലർക്ക് നിക്ഷിപ്ത താൽപര്യങ്ങളുണ്ടെന്ന് മലയോര അവകാശവേദി നേതൃത്വം ആരോപിച്ചു. ഒരു തുണ്ട് വനഭൂമി പോലുമില്ലാത്ത രാജാക്കാട് പഞ്ചായത്തിലും CHRന്റെ പേരിൽ കാടൻ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. നമ്മൾ സാധാരണ സാധനം ഉൽപ്പന്നങ്ങൾക്കാണെങ്കിൽ ഏലക്കായോ ഇടച്ചനയോ കുരുമുളകോ വിൽക്കുമ്പോൾ മാത്രമേ നികുതി കിട്ടുന്നുള്ളൂ. ഒരു കീടനാശിനിക്ക് നമ്മൾ 15% നികുതിയാണ് കൊടുക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബില്ലെടുത്ത് നോക്കണം, അതിന് 15% നികുതിയാണ് കൊടുത്തിരിക്കുന്നത്. 15% 5-1 നികുതിയാണ്. ഞാൻ 1 ലക്ഷം രൂപ കൊടുത്താൽ 20,000 രൂപയുടെ അടുത്ത് 12,000 രൂപ നികുതിയാണ് കൊടുക്കുന്നത്. നമ്മൾ ഒരേക്കർ തോട്ടത്തിൽ നമ്മൾ എത്ര ലക്ഷം രൂപയുടെ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വളങ്ങളൊന്നും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഊർജിതമായ കൃഷി മറ്റൊരു കൃഷിയിലില്ല, കേരളത്തിൽ കൃഷിയിലില്ല. അതിനാൽ വലിയ തോതിൽ നമ്മൾ സാധനം വിൽക്കുമ്പോൾ നികുതി കൊടുക്കുന്നുണ്ട്, നമ്മൾ വലിയ തോതിൽ ഇതും കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ കീടനാശിനി അല്ലെങ്കിൽ വളങ്ങൾ പർച്ചേസിനോട് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. സർക്കാരിനെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന 1000 കോടി രൂപയെങ്കിലും നികുതി കൊടുക്കുന്ന നമ്മൾ ജനതയോടാണ് സർക്കാർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ബേബി മാത്യു അധ്യക്ഷനായിരുന്നു. ബെന്നി പാലക്കാട്, സിബി കൊച്ചുവെള്ളാട്ട, തങ്കച്ചൻ വെട്ടുകല്ലിൽ, ബേബി ചക്കാങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിനും കേന്ദ്ര എംപവേർഡ് കമ്മിറ്റിക്കും നൽകുന്നതിനായി തയ്യാറാക്കിയ അപേക്ഷയിൽ 78-കാരിയായ സർപ്പക്കുഴിയിൽ കമലാക്ഷി കരുണാകരൻ ഒപ്പിട്ടുകൊണ്ട് തുടക്കമിട്ടു. രാജാക്കാട് 300 ഏക്കറിലെ ഏലം സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന ഉണങ്ങിയ ഏലക്ക മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിൽ 2ാം പ്രതിയെ രാജാക്കാട് പോലീസ് കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഒളിവിൽ കഴിഞ്ഞിരുന്ന ബോഡി നായ്ക്കന്നൂർ മല്ലിംഗാപുരം സ്വദേശി വിജയ് ആണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേസിലെ 5ഉം 6ഉം പ്രതികളായ ബോഡിനായ്ക്കന്നൂർ സ്വദേശികളായ കർണരാജ, മാവടി, ചന്ദനപ്പാറ സ്വദേശി മുത്തുകറുപ്പൻ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. 1ാം പ്രതി ഉൾപ്പെടെ 3 പേർ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബർ 19-ാം തീയതി രാത്രിയിലാണ് പ്രതികൾ 300 ഏക്കറിലെ ഏലം സ്റ്റോറിന്റെ പൂട്ട് പൊളിച്ച മുറിയിൽ സൂക്ഷിച്ചിരുന്ന 52 കിലോ തൂക്കം വരുന്ന ഒരു ചാക്ക് ഏലക്ക മോഷ്ടിച്ച മുത്തുകറുപ്പന്റെ വാഹനത്തിൽ കൊണ്ടുപോയത്. ശാന്തൻപാറ പുത്തടിയിലെ മരഞ്ചുരുക്ക് കടയിൽ ഇത് വിറ്റ ശേഷം പ്രതികൾ പണം പങ്കുവച്ചു. മോഷണം നടന്ന എസ്റ്റേറ്റിലെ മുൻ ജീവനക്കാരനായിരുന്ന തമിഴ്നാട് മല്ലിംഗാപുരം സ്വദേശി രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതികൾ മോഷണം നടത്തിയത്. CCTV
ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഒക്ടോബർ 27-ന് മല്ലിംഗാപുരത്തെ മദ്യഷാപ്പിന് സമീപം വെച്ച് കർണരാജിയെ പിടികൂടി. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുത്തുകറുപ്പിനെ മാവടിയിൽ നിന്ന് പിടികൂടിയത്. ഈ 2 പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തിരുന്നു. രാജാക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ വി വിനോദ് കുമാർ, എസ്ഐമാരായ സജി എൻ പോൾ, KL സിബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വാഹനം തട്ടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ തൊഴിലാളിയെ മർദ്ദിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം പോലീസിൽ കീഴടങ്ങി. നെടുങ്കണ്ടം പഞ്ചായത്ത് 17-ാം വാർഡ് അംഗം ഷിബു ചെരികുന്നേലാണ് അറസ്റ്റിലായത്. 2 ആഴ്ച മുൻപ് നെടുങ്കണ്ടം പച്ചടി ജംഗ്ഷനിൽ വെച്ച് ഷിബുവിന്റെ വാഹനത്തിൽ ഓട്ടോറിക്ഷ തട്ടിയിരുന്നു. തുടർന്ന് ഷിബു ഓട്ടോ ഡ്രൈവറായ സുനിൽ കുമാറിനെ മർദ്ദിക്കുകയായിരുന്നു. സുനിലിന്റെ കണ്ണിനും മുഖത്തും സാരമായി പരിക്കേറ്റു. സംഭവത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന ഷിബു നെടുങ്കണ്ടം സ്റ്റേഷനിൽ എത്തി കീഴടങ്ങുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള കോൺഗ്രസ് എം അംഗമായ ഷിബു സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണ്. അടിമാലി മാങ്കടവിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ ഒരാളെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂരിൽ താമസക്കാരനായ ഈരാറ്റുപേട്ട സ്വദേശി മുഹമ്മദ് യാസിമാണ് പിടിയിലായത്. ജാതിക്കായും അടക്കയുമാണ് ഇയാൾ മോഷ്ടിച്ച് കടത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതി മോഷണം നടത്തിയത്. മാങ്കടവ് സ്വദേശി നൌഷാദിന്റെ വീട്ടിൽ നിന്നും 25 കിലോ കൊട്ടടക്കയും 20 കിലോ ജാതിക്കായും പ്രതി മോഷ്ടിക്കുകയായിരുന്നുവെന്നാണ് വിവരം. 10,000 രൂപയ്ക്കെടുത്ത കാർഷികോൽപ്പന്നങ്ങളാണ് മോഷണം പോയത്. സംഭവത്തെ തുടർന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രദേശത്തു നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങൾ പോലീസിന് സഹായകരമായി. ചവിട്ടിയും മറ്റും വിൽപ്പന നടത്തുന്നയാളാണ് പിടിയിലായ മുഹമ്മദ് യാസിം. ഇയാൾ ഈരാറ്റുപേട്ടയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. അടിമാലി CIയുടെ നിർദ്ദേശപ്രകാരം SI അബ്ദുൽ ഖനിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വണ്ടിപ്പെരിയാർ സത്രം ഇടത്താവളത്തിലെ ഭക്ഷണശാലകളിൽ ജില്ലാ കളക്ടറും സംഘവും പരിശോധന നടത്തി. ലൈസൻസും ഹെൽത്ത് കാർഡുകളും ഇല്ലാത്ത കടകൾ താൽക്കാലികമായി അടയ്ക്കാൻ നിർദ്ദേശിച്ചു. അയ്യപ്പഭക്തരുടെ പ്രധാന ഇടത്താവളമായ സത്രത്തിൽ അയ്യപ്പഭക്തർക്കായി പ്രവർത്തിച്ചു വന്നിരുന്ന കടകളിൽ ജില്ലാ കളക്ടറും സംഘവും പരിശോധന നടത്തി. തിങ്കളാഴ്ച വൈകുന്നേരം 5ഓടെയായിരുന്നു പരിശോധന. രാവിലെ പുല്ലുമേട്ടിൽ കളക്ടർ വി വിഘ്നേശ്വരി, പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ട്രെയിനി വിഷ്ണുരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തുകയും തുടർന്ന് സീതക്കുളം വഴി സത്രത്തിലെത്തുകയുമായിരുന്നു. മിക്ക കടകളിലും ഹെൽത്ത് കാർഡോ പഞ്ചായത്ത് ലൈസൻസോ ഇല്ല എന്ന് കണ്ടെത്തി. കളക്ടറുടെ സന്ദർശനമുണ്ടെന്നറിഞ്ഞ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് മറ്റ് കടകളിലെ രേഖകളും മറ്റും പരിശോധിക്കുന്നതിനായി ഇവരെ ചുമതലപ്പെടുത്തി. രേഖകളില്ലാതിരുന്ന കടകൾ തൽക്കാലത്തേക്ക് അടയ്ക്കുന്നതിന് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. അയ്യപ്പഭക്തരുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ഹെൽത്ത് കാർഡ് മാത്രമുണ്ടായിരുന്ന 3 കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് കളക്ടർ അനുമതി നൽകി. ബാക്കിയുള്ള കടകൾക്ക് അടിയന്തരമായി ലൈസൻസ് എടുക്കുന്നതിനും ഹെൽത്ത് കാർഡ് എടുക്കുന്നതിനും സൗകര്യമൊരുക്കി നൽകണമെന്ന് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതരോട് കളക്ടർ നിർദ്ദേശിച്ചു. വണ്ടിപ്പെരിയാർ SI TS ജയകൃഷ്ണ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബോബി ചെറിയാൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. അടിമാലി കുമളി ദേശീയപാതയിൽ കാൽവരി മൗണ്ടിന് സമീപം സ്വകാര്യ ബസ്സും അയ്യപ്പഭക്തർ സഞ്ചരിച്ചിരുന്ന ജീപ്പും കൂട്ടിയിടിച്ച അപകടം. എറണാകുളത്ത് നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ്സും ശബരിമലയ്ക്ക് പോയി തിരികെ മടങ്ങുകയായിരുന്ന ചെറുതോണി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പുമാണ് കൂട്ടിയിടിച്ചത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ ചെറുതോണി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കമാൻഡർ ജീപ്പും ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. എറണാകുളത്ത് നിന്നും കുമളിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സുമായി ജീപ്പ് കൂട്ടിയിടിക്കുകയായിരുന്നു. ജീപ്പിൽ കുട്ടികളും പ്രായമായ സ്ത്രീകളും ഉൾപ്പെടെ 7 പേർ ഉണ്ടായിരുന്നു. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കുകളില്ല. അപകടത്തെ തുടർന്ന് 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അടിമാലി കുമളി ദേശീയപാതയിൽ അല്പനേരം ഗതാഗതവും തടസ്സപ്പെട്ടു. 2 വാഹനങ്ങളും റോഡിൽ നിന്നും നീക്കിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കാഞ്ചാർ പഞ്ചായത്തിന് മുമ്പിൽ കോൺഗ്രസ് നടത്തിയ സമരത്തിനെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ പരാമർശം സ്വയം വിലയിരുത്തണമെന്ന് കോൺഗ്രസ് മണ്ഡലം നേതൃത്വം. പഞ്ചായത്തിൽ പരിഹരിക്കപ്പെടേണ്ട 10 വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. നടപടി ഉണ്ടാവാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് കോൺഗ്രസ് കടക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. തിങ്കളാഴ്ച കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു. പഞ്ചായത്തിലെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം നടത്തിയത്. എന്നാൽ കോൺഗ്രസിന്റെ സമരം അപഹാസ്യമാണെന്നും മികച്ച പഞ്ചായത്തിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണം സ്വയം വിലയിരുത്തുകയും തിരിച്ചെടുക്കുകയും പൊതുജനങ്ങളോട് മാപ്പ് പറയുകയും വേണമെന്ന് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ പറഞ്ഞു. ഞങ്ങൾ നടത്തിയ സമരം ഈ പഞ്ചായത്തിലെ ഏറ്റവും അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട 10 ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സമരം നടത്തിയത്. ആ സമരത്തെ അദ്ദേഹം സമരാഭാസം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ പ്രസ്താവന തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. ആ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാറുള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ അതിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പഞ്ചായത്ത് മെമ്പർമാരെ
ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നു. ആ പരാമർശങ്ങളൊക്കെ പിൻവലിച്ച് പൊതുജനത്തിനോട് മാപ്പ് പറയുകയും ഞങ്ങൾ ഉന്നയിച്ച ഈ 10 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയം അദ്ദേഹത്തിനെ കൊണ്ടോ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണസമിതിയെ കൊണ്ടോ നടപ്പാക്കാനോ പരിഹരിക്കപ്പെടാനോ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള മറുപടിക്ക് പകരം അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന രീതിയിലുള്ള മറുപടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. BJP-കാരനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇടതുപക്ഷ അംഗങ്ങളും ഒരുമിച്ച് പഞ്ചായത്തിലെ എല്ലാ വികസനങ്ങളും അട്ടിമറിക്കുകയാണ്. അടിയന്തരമായി പൂർത്തിയാക്കേണ്ട പല പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ പഞ്ചായത്തിൽ ഉണ്ടെന്നും DCC അംഗം ജോയി ഈഴക്കുന്നേൽ പറഞ്ഞു. വികസനങ്ങൾ ഏത് രീതിയിൽ ഉള്ളത് വന്നാലും അതിനെ നല്ലവണ്ണം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കാഞ്ചാരിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യമാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഇവിടെ അവതരിപ്പിച്ചത്. അടിയന്തരമായി ചെയ്ത് തീർക്കേണ്ട 1-2 ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അതിനെല്ലാം ഓരോ ഒഴിവ് പറയുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന സമീപനമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ലൈനിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് സപ്ലൈ ഇല്ല വന്നപ്പോൾ അവിടെ ജനറേറ്റർ എന്ന് പറയുന്ന സാധനമില്ല. ഈ ജനറേറ്റർ നന്നാക്കാൻ വേണ്ടി നരിയമ്പാറയിൽ ഒരു ഷോപ്പ് റിപ്പയർ ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് 3 മാസമായി, ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ സിസ്റ്റവും താഴ്ന്നടിഞ്ഞു പോയി. വയറിങ് പോലും പുതുതായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി അത് പുതിയ കണക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഓൺ ഫണ്ട് കൂടി ഉണ്ടല്ലോ. ഓൺ ഫണ്ടിന് പ്രത്യേകമായൊരു സാക്ഷ്യം മേടിച്ച് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഉണ്ടാക്കി അപ്രൂവ് ചെയ്ത് മേടിച്ചിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതൊക്കെ ചെയ്യുന്ന കാര്യം സൂചിപ്പിക്കുമ്പം അത് ആഭാസമാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു പഞ്ചായത്ത് ഓഫീസിൻ്റെ സ്ഥിതി. ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റുകയില്ല. അടുത്തിരിക്കുന്ന സ്റ്റാഫിനെ അടുത്തിരിക്കുന്ന ആളുകൾ കാണാൻ പാടില്ല. അതുപോലെ ഇരുട്ടായിരുന്നു. ഒരു കാര്യം നടക്കാത്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആക്ഷേപമല്ല, നമ്മൾ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് ആക്ഷേപമാണ്, അപഹാസ്യമാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് ഉന്നയിച്ച 10 വിഷയങ്ങളും പരിഹരിക്കപ്പെടാത്ത പക്ഷം തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. വണ്ടിപ്പെരിയാർ മ്ലാമലയെ 2 ഹൈവേകളുമായി ബന്ധിപ്പിക്കുന്ന മ്ലാമല പള്ളിപ്പടി പാലത്തിന്റെ കൈവരികൾ തകർന്നത് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. ഇവിടെ പുതിയ പാലം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും താൽക്കാലികമായി പഴയ പാലത്തിന്റെ കൈവരികൾ നന്നാക്കണമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. മ്ലാമല പ്രദേശത്തെ 2 ഹൈവേകളുമായി ബന്ധിപ്പിക്കുന്നതും വെള്ളാരംകുന്ന്, കുമ്മളി, ലാൻഡ്രം, പുതുവൽ വഴി പാമ്പനാർ എന്നീ പ്രദേശങ്ങളിലേക്ക് എളുപ്പമാർഗത്തിൽ എത്താൻ സാധിക്കുന്നതുമായ പാലമാണ് മ്ലാമല പള്ളിപ്പടി പാലം. പൊതുവെ വീതികൂർവള്ള പാലത്തിലെ സഞ്ചാര സുരക്ഷയ്ക്കായി നിർമ്മിച്ച കൈവരികൾ തകർന്നത് പാലത്തിലൂടെ സഞ്ചരിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കും യാത്രികർക്കും അപകട ഭീഷണി ഉയർത്തുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് പെരിയാർ നദിയുടെ മറുകരയ്ക്കെത്താൻ പ്രദേശവാസികൾ കടത്തുവള്ളത്തെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. പലതവണ കടത്തുവള്ളം മറിഞ്ഞ് അപകടം സംഭവിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ അഭ്യർത്ഥന പ്രകാരം M. ബാലു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് ചപ്പാത്ത് മോഡൽ പാലം നിർമ്മിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കുകയും 4 കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം തുടർ നിർമ്മാണം നടന്നില്ല. പിന്നീടാണ് ഇവിടെ ഒരു വാഹനം മാത്രം കടന്നുപോകുന്ന രീതിയിൽ പാലം നിർമ്മിച്ചത്. മഴക്കാലങ്ങളിൽ കരകവിഞ്ഞൊഴുകുന്ന പെരിയാർ നദിയുടെ അപകട സാധ്യത കണക്കിലെടുത്ത് കാൽനട യാത്രികരുടെ സുരക്ഷയ്ക്കായി നിർമ്മിച്ച കൈവരികൾ തകർന്നതോടെയാണ് പാലത്തിലൂടെയുള്ള യാത്ര അപകടകരമായത്. പുതിയ പാലം നിർമ്മിക്കുന്നതുവരെയെങ്കിലും പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിച്ച് അപകട സാധ്യതയ്ക്ക് പരിഹാരം കാണണമെന്ന് പൊതുപ്രവർത്തകനായ രാജൻ കുഴുവൻമക്കൽ ആവശ്യപ്പെട്ടു. ഈ പാലത്തിന്റെ ശോധനീയാവസ്ഥയിൽ ഇടപെട്ട് നമ്മുടെ ഇടുക്കി ജില്ലാ MP ഈ പാലത്തിന് ഫണ്ട് അനുവദിക്കുകയും ഈ ഫണ്ടിൻ്റെ ടെൻഡറുകൾ നടക്കാതെ, കഴിഞ്ഞ ദിവസം ടെൻഡറായിരുന്നു, നടക്കാതെ പോവുകയും അടുത്ത ടെൻഡർ വരെ അടുത്തതെല്ലാം ഈ പാലം പണി തുടങ്ങുന്നത് വരെ ഒരു അത്യാവശ്യം സ്കൂൾ കുട്ടികളും വഴി യാത്രക്കാരും നടക്കുന്ന അപകടാവസ്ഥ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൈവരികൾ എത്രയും പെട്ടെന്ന് അധികാരപ്പെട്ടവർ ഇടപെട്ട് ഈ കൈവരികൾ സ്ഥാപിക്കണമെന്നും വിനീതമായി ഈ നാട്ടിലെ പ്രതിനിധി എന്ന നിലയ്ക്ക് പാലം പുനർനിർമ്മിക്കുന്നതിന് PWD വിഭാഗം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും കരാർ ഏറ്റെടുക്കുന്നതിനായി ആരും എത്തിയില്ല. കരാർ ഏറ്റെടുത്താൽ ഉടൻ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പൊതുപ്രവർത്തകനായ കബീർ താന്നിമുട്ടിൽ പറഞ്ഞു. ഈ നിൽക്കുന്ന പാലത്തിന് ഏതാണ്ട് 9 അടി പൊക്കവും ഈ കയറ്റം ഉൾപ്പെടെ കുറയുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് പള്ളിയുടെ കുറേ സ്ഥലങ്ങളും, പള്ളി ആണ് ആദ്യം സ്ഥലം കൊടുത്തത്, വീണ്ടും കുറേ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് നല്ലൊരു നാടിൻ്റെ ഒരു പുരോഗതി ഉണ്ടാകും. ഈ 2 പഞ്ചായത്തുകളെ തമ്മിൽ ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഏറ്റവും എളുപ്പം ഈ പാലത്തിൽ കൂടെ കടന്ന് വെള്ളാരംകുന്നിൽ നിന്ന് വരുന്നവർക്കും ലാൻഡ്രം
വഴി പാമ്പനാറ്റിലേക്ക് 20 കിലോമീറ്റർ ലാഭമുണ്ട്. അതുപോലെ തന്നെ സ്വാമിമാർക്ക് നമ്മുടെ വണ്ടിപ്പിരിയാറ്റിലും ഏലപ്പാറയിലും കട്ടപ്പനയിലൊക്കെ തിരക്ക് കൂടുമ്പോൾ ഈ സ്വാമിമാരെ ഇതിലെ കടത്തി വിടാൻ എളുപ്പമുള്ള ഒരു എളുപ്പ വഴിയാണ്. നിലവിലെ പാലത്തിൽ നിന്നും 9 അടി ഉയരത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഇതിനാൽ പാലത്തിലേക്ക് കടക്കുന്ന ഇരുഭാഗങ്ങളിലെ കയറ്റിറക്കങ്ങൾ ഒഴിവാക്കാനാകും. കൂടാതെ ശബരിമല മണ്ഡലകാലത്ത് അയ്യപ്പഭക്തർക്ക് ദേശീയപാതയിലെ തിരക്കൊഴിവാക്കി സഞ്ചരിക്കുന്നതിനും പാലം നിർമ്മാണത്തിലൂടെ സാധിക്കും. പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെയെങ്കിലും പഴയ പാലത്തിലെ കൈവരികൾ പുനർനിർമ്മിച്ച് അപകടഭീതി പരത്തുന്ന സാഹചര്യത്തിന് പരിഹാരം കാണണമെന്നാണ് പാലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രദേശവാസികളുടെ ആവശ്യം. മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗത്തിന് നേരെ പുലിയുടെ ആക്രമണം. കൊരണ്ടിക്കാട് മേഖലയിലുണ്ടായ വന്യജീവി ആക്രമണത്തിൽ പശു ചത്തു. റോഡരികിൽ മേഞ്ഞിരുന്ന പശുവിനെയാണ് പുലി ആക്രമിച്ചു കൊന്നത്. മൂന്നാറിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെയുണ്ടാകുന്ന വന്യജീവി ആക്രമണം അവസാനിക്കുന്നില്ല. കൊരണ്ടിക്കാട് മേഖലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വന്യജീവി ആക്രമണത്തിലും പശു കൊല്ലപ്പെട്ടിരുന്നു. കുറ്റിയാർവാലി റോഡരികിൽ മേഞ്ഞിരുന്ന പശുവിനെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. நான் தான் மாடு மேய்க்கிறாரு. அப்போ மாடுகளெல்லாம் மொத்தமாக ஆக்கி விட்டுட்டு நான் ஒரு சைடில் நின்று மாடுகள் எங்கே மேய்துன்னு நின்று பார்த்துக்கிட்டு இருப்பேன். அப்போ மாடுக சத்தம் போட்டு 4 திக்கமும் கலைஞ்சி ஓடிச்சு. ஓடும்போது இந்த மாடு மட்டும் தனியாக இங்கிட்டாம அந்த முன்னிச்செடி கொலைக்குள்ளே ஓடி வந்துச்சு. பின்னால் பார்க்கும்போது ஒரு ஒரு கலராக ஒரு சாதனமும் பின்னாலே ஓடிச்சு. ஓடும்போது என்ன இப்படி ஓடியாருன்ட்டு நான் அப்படி சுற்றி ரோடு இல்லை, அப்படி கூடி ஓடியாந்து ரோட்டுக்கு வரேன், இப்படி கிடக்கு. ஆனால் மாடுகள்லாம் பயங்கர சவுண்டு விட்டு 4 திக்கமும் ஓடிடுச்சு. മേയാൻ വിട്ട പ്രദേശവാസിയായ മുരുകന്റെ പശുവാണ് കൊല്ലപ്പെട്ടത്. ഗ്രാംസ്ലാൻഡ് മേഖലയിൽ താമസിക്കുന്ന മീരാൻ മൊയ്തീന്റെ പശുവിനെ കാണാതായിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. പശുവിനെ വന്യജീവി ആക്രമിച്ചിരിക്കാനുള്ള സാധ്യത ആളുകൾ തള്ളിക്കളയുന്നില്ല. ഈ പ്രദേശത്താകെ കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ മാത്രം 10ഓളം പശുക്കൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളതായും നാട്ടുകാർ പറയുന്നു. போன மாதம் கூட இது கொரண்டிக்காட்டில் மாடு மேய்க்கிறவர்களோட மாடை புலி அடிச்சிருக்கு. இது பக்கத்தில் ஒரு 100 மீட்டர் பக்கத்தில் குட்டியார்வேலி ஒரு கடைக்கு பக்கத்துலையும் இதே மாதிரி புலி அடித்து அவங்க ரிப்போர்ட் எழுதியிருந்துருக்காங்க. அப்போ நாங்கள் கூண்டு வச்சு பிடிக்க சொல்லியிருந்தோம். அவங்க ரேஞ்சரை பார்த்து கூண்டு வச்சு பிடிக்கிறேன்னு இருக்காங்க. அது எங்களுக்கு மக்களுக்கும் ரொம்ப பாதுகாப்பு குறைவாக இருக்குது. இந்த ஏரியா வந்து எல்லாம் கொழுந்தெடுக்க வர்றதும் பக்கத்தில் ഏലക്കാടുകൾ இருக்குது. പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം നിയന്ത്രിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. പകൽ സമയത്തും വന്യജീവി ആക്രമണം ഉണ്ടായതോടെ തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു. വേനൽ കനക്കുന്നതോടെ വന്യജീവി ആക്രമണം വർദ്ധിക്കുമോ എന്നാണ് ഇവരുടെ ഭീതി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം ഡിസംബർ 14, 15 തീയതികളിൽ അണക്കരയിൽ നടക്കും. അണക്കര മോൺഫോർട്ട് സ്കൂളിലാണ് ഇത്തവണത്തെ കേരളോത്സവം നടക്കുന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് തല കേരളോത്സവം ഡിസംബർ മാസം 14, 15 തീയതികളിൽ ചക്കവള്ളം മോൺഫോർട്ട് സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. അതിന് പ്രാഥമികമായ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമായി 6 ഗ്രാമപഞ്ചായത്തുകളിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ആ മത്സരത്തിൽ വിജയികളെയാണ് ബ്ലോക്ക് തല മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കുന്നത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ത്രിതല പഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. മത്സരത്തിൽ ഉപ്പുതറ, അയ്യപ്പൻകോവിലും അതോടൊപ്പം തന്നെ കാഞ്ചിയാറ്, വണ്ടമ്മേട്, എരട്ടയാറ്, ചക്കവള്ളം പഞ്ചായത്തുകളാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായുള്ളത്. കട്ടപ്പന ബ്ലോക്കിന് കീഴിലുള്ള ഉപ്പുതറ, അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ, ഇരട്ടയാർ, വണ്ടൻമേട്, ചക്കുവള്ളം തുടങ്ങിയ പഞ്ചായത്തുകളിലെ മത്സരങ്ങളിൽ വിജയിച്ചു വരുന്നവരാണ് ബ്ലോക്ക് തല മത്സരങ്ങളിൽ പങ്കെടുക്കുക. മത്സരത്തിന്റെ വിജയത്തിനായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ആലോചന യോഗത്തിൽ പ്രസിഡന്റ് VP ജോൺ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ്, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ, ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്മണി ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലാലച്ചൻ വെള്ളക്കട, സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S. സൂര്യലാൽ, യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ ജോമോൻ പൊടിപാറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡീൻ കുര്യാക്കോസ് MPയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗവും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് വിട്ട് CPM-ൽ ചേർന്നു. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി പാർട്ടിയിലേക്ക് എത്തിയവരെ സ്വീകരിച്ചു. ഡീൻ കുര്യാക്കോസ് MPയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫും യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്ന സെബിൻ എബ്രഹാമും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും CPIM-ൽ ചേർന്നു. CPIM ചെമ്പകപ്പാറ ലോക്കൽ കമ്മിറ്റി ഇരട്ടിയാർ നോർത്തിൽ സംഘടിപ്പിച്ച നയവിശദീകരണ യോഗത്തിൽ കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി ഇവരെ രക്തഹാരമണിയിച്ച് പാർട്ടി പതാക നൽകിയും സ്വീകരിച്ചു.
ഇവിടെ കാലാകാലങ്ങളായി നടപ്പ് വഴിയായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴി തടസ്സപ്പെടുത്തിയ ശക്തികൾക്കെതിരെ നിയമപരമായി പഞ്ചായത്തിനും പോലീസിനും പരാതി കൈമാറി നിയമപരമായി സംരക്ഷണം കൊടുക്കുവാൻ ഞങ്ങൾ CPIM തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം അതാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിന് തടസ്സമായി വരുന്ന ശക്തികൾ ഏതായാൽ തന്നെ അവർക്കെതിരെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തി മുന്നേറുവാൻ ഞങ്ങൾ തയ്യാറാകും. സെബിൻ എബ്രഹാമിന്റെ ഇളയ സഹോദരൻ അജിത് എബ്രഹാം, പിതൃ സഹോദരൻ നന്ദിയാട്ടുപടവിൽ തോമസ് ദേവസ്യ, തറപ്പേൽ സോജൻ കുര്യാക്കോസ്, കൊച്ചുപുരിക്കൽ ടോമി വർക്കി, അംബിക ടോമി എന്നിവരാണ് CPIM-ൽ ചേർന്നത്. ഇരട്ടയാറിൽ നടപ്പുവഴി കെട്ടിയടയ്ക്കാനുള്ള നീക്കം തടഞ്ഞ സെബിനെ ആക്രമിച്ച ഇരട്ടയാർ പഞ്ചായത്ത് അംഗം റെജി ഇലിപ്പുലിക്കാട്ട്, ഇരട്ടയാർ മുളയാനിയിൽ സാബു എന്നിവരെ അറസ്റ്റ് ചെയ്യണമെന്ന് നയവിശദീകരണ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. സെബിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. തനിച്ച് താമസിക്കുന്ന ഇരട്ടയാർ ചെമ്മണ്ണിൽ രാജുവിന്റെ വീടും സ്ഥലവും മുളയാനിയിൽ സാബു കൈവശപ്പെടുത്തുകയും ഈ സ്ഥലത്തുകൂടിയുള്ള നടപ്പുവഴി പഞ്ചായത്ത് അംഗത്തിന്റെ ഒത്താശയോടെ കെട്ടിയടയ്ക്കാൻ ശ്രമിച്ചതുമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ചെമ്പകപ്പാറ ലോക്കൽ സെക്രട്ടറി ജോയി കുഴുകുത്തിയാനി അധ്യക്ഷനായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PB ഷാജി, ടോമി, ഇരട്ടയാർ ലോക്കൽ സെക്രട്ടറി റിൻസ് ചാക്കോ, TS ഷാജി, KD രാജു, സണ്ണി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിയൻമലയിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ആചരിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ മുൻ സെക്രട്ടറി നിശാന്ത് വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ കൊടിയുടെ നടുക്കുള്ള ചുവന്ന നക്ഷത്രം നമ്മുടെ നാടിനും രാജ്യത്തിനുമായി പോരാടി മരിച്ച നിരവധി രക്തസാക്ഷികളുടെ മുദ്രയാണെന്നും വലിയ ചരിത്രമുള്ള പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്നും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ ജില്ലാ സെക്രട്ടറി നിഷാദ് വി ചന്ദ്രൻ പറഞ്ഞു. കേരളത്തിന്റെ സമര യൗവനം പുതുക്കുന്ന ദിവസമാണ് നവംബർ മാസം 25-ാം തീയതി. ഇവിടെ ഞങ്ങൾ സഖാക്കൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു കൊടിയുണ്ട്. ആ കൊടിയുടെ നടുക്ക് 5 കോണുകളോടുകൂടിയ ഒരു നക്ഷത്രമാണുള്ളത്. ആ നക്ഷത്രത്തിന്റെ നിറം ചുവപ്പാണ്. ഡിവൈഎഫ്ഐയുടെ കൊടിയുടെ നടുക്കുള്ള നക്ഷത്രത്തിന്റെ നിറം ചുവപ്പായി മാറിയത് വെറുതെ മാറിയതല്ല. 1980 നവംബർ മാസം 3-ാം തീയതി പഞ്ചാബിലെ ലുധിയാനയിൽ രൂപമെടുത്തത് മുതൽ ഇങ്ങോട്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ, ഈ രാജ്യത്തെ ഇങ്ങനെ തന്നെ നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള സമാനതകളില്ലാത്ത പോരാട്ടത്തിൽ ജീവരക്തം നൽകി ചുവപ്പിച്ച നക്ഷത്രം എന്നുവെച്ച തൂവള്ളക്കൊടിയാണ് ഞങ്ങളിവിടെ പിടിക്കുന്നത്. രക്തസാക്ഷികളുടെ വലിയ ചരിത്രമുള്ള പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ആ രക്തസാക്ഷികളാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്തായി എല്ലാ കാലത്തും നിന്നിട്ടുള്ളത്. ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഫൈസൽ ജാഫർ, ജോയിന്റ് സെക്രട്ടറി നിയാസ് അബു, CPM ഏരിയ കമ്മിറ്റി അംഗം SS പാൽരാജ്, മേഖലാ സെക്രട്ടറിമാരായ ബിബിൻ ബാബു, മണികണ്ഠൻ, J അരുൺ, അജോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ക്ഷീരദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ക്ഷീരവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്റ്റുഡൻസ് ഡയറി ക്ലബിന്റെ ഉദ്ഘാടനം ഇരട്ടയാർ നാങ്കുതൊട്ടിയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ക്ഷീരവികസന യൂണിറ്റിന്റെയും നാലുമുക്ക് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികളിൽ ക്ഷീരമേഖലയോടുള്ള താൽപര്യം വളർത്തുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനുമായി സ്റ്റുഡൻസ് ക്ലബ്ബ് ആരംഭിച്ചത്. നാങ്കുതൊട്ടി ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ നിർവഹിച്ചു. നമുക്കറിയാം, വിദ്യാർത്ഥികൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. ഞാനടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ ഞങ്ങളെല്ലാം പഠിച്ചു വന്ന കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പശുവിനെ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പാല് മിൽമയിൽ കൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളെ വളർത്തി ഇന്ന് ഞാൻ ഒരു എക്കോക്കാരനും അല്ലെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ്. അപ്പൊ അവർക്ക് വരുമാനം കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ പശു വളർത്തിയും
കാർഷിക മേഖലയിൽ പണിയെടുത്ത് നോക്കിയാണ്. അപ്പോൾ അത് ഇന്നത്തെ യുവ തലമുറ മനസ്സിലാക്കി അവരെ ചെയ്ത കഷ്ടപ്പാടുകൾ എന്താണെന്ന് ഇന്നത്തെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തച്ചാപറമ്പിൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഡോളസ് PE പദ്ധതി വിശദീകരണം നടത്തി. ഈ കുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തോടെ ആയിരിക്കും എന്തായിരിക്കും ഇതിനെ നടപ്പിലാക്കാൻ എന്ന് വിചാരിച്ചിരിക്കാം. അപ്പം നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റുഡൻസ് മെമ്പേഴ്സിനെ കൊണ്ട് ചെറിയ ചെറിയ ഡയറി പ്രൊജക്റ്റുകൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് ഒരു ഫോഡർ പ്ലോട്ട് ഡെമോൺസ്ട്രേഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സ്, അതായത് ക്ഷീരോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഡെമോൺസ്ട്രേഷൻ വയ്ക്കാം. നിങ്ങൾക്ക് തന്നെ നമ്മൾ നടത്തുന്ന വിവിധ ക്ഷീരസംഗമങ്ങളിൽ വരും. ഓരോ ബ്ലോക്കിലും ക്ഷീരസംഗമങ്ങളും നമ്മൾ നടത്താറുണ്ട്. ജില്ലാ ക്ഷീരസംഗമം നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ജില്ലാ ക്ഷീരസംഗമം ഈ വർഷം നമ്മളാണ് മൂന്നാറിൽ വെച്ച് നടത്തിയത്. കഴിഞ്ഞ വർഷം ഇവിടെ സംസ്ഥാന ക്ഷീരസംഗമം അണക്കരയിൽ വെച്ച് നടത്തി. അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് വോളണ്ടിയർമാരായിട്ട് നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാം, നിങ്ങൾക്ക് അത് വിൽപ്പന നടത്താം. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു B, ആപ്കോസ് പ്രസിഡന്റ് KK ചിയൻ, സെക്രട്ടറി അനിൽകുമാർ MR, കട്ടപ്പന ക്ഷീരവികസന ഓഫീസർ ശ്രീജിത്ത് P, ഡയറി ഫാം ഇൻസ്ട്രക്ടർ മിനിമോൾ KN തുടങ്ങിയവർ സംസാരിച്ചു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NCC ജൂനിയർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ സാബു കുര്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യം, നീതി, സ്വാതന്ത്ര്യം എന്നിവ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുക എന്നത് ഉറപ്പുവരുത്തുകയാണ് ഭരണഘടനാ ദിനാചരണത്തിന്റെ ലക്ഷ്യം. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NCC ജൂനിയർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ഭരണഘടനാ വായന, ചർച്ചകൾ, സെമിനാറുകൾ തുടങ്ങിയവ നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ AT തോമസ് ക്ലാസുകൾ നയിച്ചു. ഏത് രാജ്യത്തിന്റെ ഭരണഘടന എടുത്താലും അമേരിക്കയുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഇൻ ദി നെയിം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നാമത്തിൽ എന്നെഴുതി ആരംഭിക്കുന്നു. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ അവരുടെ ഭരണഘടന ആരംഭിക്കുന്നത് ഇൻ ദി നെയിം ഓഫ് അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ലോകത്തിലെ ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാലും ആ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം ഫസ്റ്റ് വരി ഇങ്ങനെ പല വ്യത്യസ്തതകളിലൂടെ ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര മഹത്തായ വാക്കാണെന്ന് ആലോചിക്കുക. എങ്ങനെ ആരംഭിക്കുന്നത്? ബി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, അല്ലേ? നാം എല്ലാവരും ഈ രാജ്യത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഹൈന്ദവൻ, സിഖുകാരൻ അല്ലെങ്കിൽ മുസൽമാൻ, ക്രിസ്ത്യൻ, ഇത്രയൊരു മത മൈത്രിയുടെയും മതസൗഹാർദ്ദത്തിൻ്റെതുമായ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ഭരണഘടന ഈ ലോകത്ത് വേറെ ഒരു രാജ്യത്തിനുമില്ല. NCC ഓഫീസർ മധു K ജെയിംസ്, നായിക് സുബേദാർ ലാൽ, ജോയിലിയൻ, ഹവിൽദാർ രാജേന്ദ്രകൂട്ട്, സ്റ്റാഫ് സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ, ബ്രിട്ടോ ബെന്നി, ആർഷിൻ അഭിലാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ശാന്തൻപാറ യൂണിറ്റ് സമ്മേളനം നടന്നു. ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി B മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് യൂണിറ്റ് സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. SHG സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെയും തയ്യൽ സാമഗ്രികളുടെയും വിലവർധനവും റെഡിമെയ്ഡ് തുണിത്തരങ്ങളുടെ അതിപ്രസരവും തയ്യൽ തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയതായി സമ്മേളനം വിലയിരുത്തി. തയ്യൽ കൂലി വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്നും യോഗം വിലയിരുത്തി. ജില്ലാ സെക്രട്ടറി B മനോഹരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KT ശശി, ഏരിയ സെക്രട്ടറി AC സോഫി, യൂണിറ്റ് സെക്രട്ടറി നിഷമോൾ ബാബു, ട്രഷറർ EK അമ്പിളി, നിമിഷമോൾ തുടങ്ങിയവർ സംസാരിച്ചു. പന്തൽ ആൻഡ് ഡെക്കറേഷൻ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രവർത്തന യോഗം നടന്നു. രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിലായിരുന്നു യോഗം നടന്നത്. പന്തൽ ഡെക്കറേഷൻ മേഖലയിലെ തൊഴിലാളികളുടെയും നടത്തിപ്പുകാരുടെയും കൂട്ടായ്മയായ പന്തൽ ആൻഡ് ഡെക്കറേഷൻ അസോസിയേഷന്റെ ജില്ലാ പ്രവർത്തക യോഗമാണ് രാജാക്കാട് നടന്നത്. നല്ല സേവനവും നല്ല പ്രതിഫലവും അപകട ഇൻഷുറൻസ്, സംഘടനാ ശാക്തീകരണം എന്നീ ലക്ഷ്യത്തോടെയായിരുന്നു യോഗം ചേർന്നത്. കുടുംബ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇൻഷുറൻസ് സംവിധാനം ഒരുക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ത്വരിതഗതിയിൽ നടക്കുകയാണ്. ഇതിൽ ചേർന്ന് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വേണ്ട പർച്ചേസ് സൗകര്യങ്ങൾ, വേണ്ട സാധനങ്ങൾ വാങ്ങുന്നതിന് മലബാർ പോലുള്ള വലിയ കമ്പനികൾ നമ്മൾക്ക് സംഘടനയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഇഷ്ടംപോലെ ആളുകളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് അത് തവണ വ്യവസ്ഥയിലും മറ്റും കൊടുക്കുന്നതിന് തയ്യാറായിട്ടുണ്ട്. ആ വിവരങ്ങൾ ഇന്ന് ഈ യോഗത്തിൽ നമ്മൾ പറയുകയുണ്ടായി.
ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ ജില്ലാ കമ്മിറ്റി ബന്ധപ്പെട്ട് വാങ്ങിക്കൊടുക്കുവാനുള്ള സാഹചര്യം, അത് പണം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് തൻ്റെ തൊഴിൽ മേഖല വിപുലീകരിക്കുന്നതിനാവശ്യമായ രൂപത്തിൽ വേണ്ട സഹായങ്ങൾ അതിലൂടെ ഉണ്ടാകും. അതുപോലെ കുടുംബ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള തീരുമാനങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ എത്രയും പെട്ടെന്ന് ഇതിൽ അംഗത്വം എടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ജോർജ് വർക്കിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജമാൽ ഇടശ്ശേരിക്കുടി, സെക്രട്ടറി എൽദോസ്, സിനോജ് മരിയ രാജക്കാട്, ഗോപിനാഥ്, ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായ മൂന്നാർ പെരിയവാര റോഡിൽ പഴയ DYSP ഓഫീസിന് സമീപം രൂപം കൊണ്ടിട്ടുള്ള വലിയ ഗർത്തം അപകടക്കെണിയാകുന്നു. ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. വളവോട് കൂടിയ ഭാഗത്ത് രൂപം കൊണ്ടിട്ടുള്ള ഗർത്തം അടയ്ക്കണമെന്നാണ് ആവശ്യം. മൂന്നാർ പെരിയവര റോഡിൽ പഴയ DYSP ഓഫീസിന് സമീപമാണ് റോഡിന്റെ ഒരു വശത്ത് ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. അന്തർ സംസ്ഥാന പാതയായ ഇതുവഴി ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. വളവോട് കൂടിയ ഭാഗത്താണ് കുഴി രൂപം കൊണ്ടിട്ടുള്ളതെന്നതിനാൽ അപകട സാധ്യത വർദ്ധിക്കുന്നു. ഈ അപകടക്കെണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം. பெரியவார் போகிற ரூட்டில் இந்த மாதிரி குழி இருக்குது. எங்களுக்கு வண்டி ஓட்டுறது பயங்கர இடைஞ்சல். இந்த குழியில் இப்போ வண்டி விழுந்துச்சுன்னா கீழே வரைக்கும் வண்டி போயிடும். கெஸ்ட் வண்டிலாம் நிறைய வந்து போயிட்டு இந்த ரோட்டில். இந்த கெஸ்ட் ஒரு சிலவங்களுக்கு இந்த വളവ് ഏരിയ இருக்கிறதுனால അത് ഓവർ കുഴി தெரியாது. വിനോദസഞ്ചാര സീസൺ ആരംഭിക്കുന്നതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിക്കും. കുഴി ശ്രദ്ധയിൽപ്പെടാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം കുഴിയിൽപ്പെട്ടാൽ അപകടത്തിന് ഇടവരുത്തും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 249. വിൽപ്പനയ്ക്ക് വന്നത് 59,604. വിൽപ്പന നടന്നത് 58,513. കൂടിയ വില 3,309. ശരാശരി വില 2,918. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 610 രൂപ. ഏലം കൂടിയ വില 2,850. ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 365. ഗ്രാമ്പു 900. കൊക്കോ 85. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,080 രൂപ. വെള്ളി 98. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏറുംപടത്തിന് സമീപം KSRTC ബസ്സിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ വൃദ്ധ മരിച്ചു. മരിച്ചത് കാറ്റാടിക്കവല സ്വദേശി സ്വർണ്ണമ്മ. ഗുരുതര പരിക്കേറ്റ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 35ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് തിളക്കം കൂട്ടുവാൻ പ്രധാന പങ്കുവഹിച്ചത് സ്കൂൾ കലോത്സവങ്ങളാണെന്ന് മന്ത്രി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPMന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല MLA ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ എന്നും കർഷകപക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും MM മണി. രാജാക്കാട് 3 ഏക്കറിലെ ഏലം സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന ഉണങ്ങിയ ഏലക്ക മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിലെ 2ാം പ്രതിയെ രാജാക്കാട് പോലീസ് കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ബോഡി നായ്ക്കന്നൂർ മല്ലിങ്കാപുരം സ്വദേശി വിജയ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.